ഹലോ, നമുക്കിന്ന് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് പാത്രത്തിൽ പുട്ടിൻ്റെ മാവാണ് വേണ്ടത്. പുട്ടിൻ്റെ മാവ് എടുത്ത് വയ്ക്കണം. പിന്നെ 1/2 കപ്പ് തേങ്ങ. ആ തേങ്ങ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് പാലെടുക്കണം. നമ്മൾ ഏത് പാത്രത്തിലാണോ വയ്ക്കുന്നത് അതിൽ പാൽ പിഴിഞ്ഞെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഈ തേങ്ങ പിഴിഞ്ഞ കൊത്തുണ്ടല്ലോ, അത് ഈ മാവിൽ കൂടെ ഇട്ട് കുഴയ്ക്കണം. കുറച്ച് ഉപ്പും കൂടെ ഇടണം. എന്നിട്ട് നമുക്ക് വെള്ളം ചെറിയ ചൂടാക്കി ഈ മാവിലേക്ക് ഒഴിച്ച് കുഴച്ചെടുക്കണം. ചെറിയ ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. അത് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഈ പരുവത്തിൽ കിട്ടണം. ഇങ്ങനെ ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടത്തക്ക വിധത്തിൽ കുഴച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ അടുപ്പിൽ വെച്ചിരുന്ന ആ തേങ്ങാപ്പാലെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആ തിളയ്ക്കുന്ന തേങ്ങാപ്പാലിലേക്ക് നമുക്ക് ചെറിയ ബോളായിട്ട് ഈ മാവ് ഉരുട്ടിയിട്ട് കൊടുക്കണം. അങ്ങനെ എല്ലാ മാവും നമുക്കിതുപോലെ ബോൾസാക്കി ഉരുട്ടിയിട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ചെറിയ തീയിൽ വെക്കേണ്ട, അല്പം കൂട്ടി തന്നെ വെക്കണം. അങ്ങനെ എല്ലാ മാവും ബോൾസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചിരിക്കും. ഇനി ഇത് നമുക്ക് കുറച്ച് അരിമാവ് തന്നെ വീണ്ടും എടുത്ത് അല്പം വെള്ളം ഒഴിച്ച്, പച്ചവെള്ളം മതി, നമുക്ക് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് കട്ടിയാകാനാണ്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ കലക്കിയ മാവ് ഒഴിച്ച ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അത് എല്ലാം കൂടെ ഒരിടത്ത് കട്ടി പിടിച്ചിരിക്കും. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ചെറിയ തീയിലിരുന്ന് തിളച്ച് നമുക്കിത് വെന്ത് കിട്ടണം. ഏകദേശം ഇതായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് കഴിക്കാം. പഞ്ചസാര വേണമെന്നുള്ളവർക്ക് അത് ഉപയോഗിക്കാം. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.